ഇവിടെ ഞായറാഴ്ചകളിൽ നല്ല പോത്ത് കിട്ടും കേട്ടോ. അപ്പോൾ പോത്ത് കിട്ടിയപ്പോൾ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല, ലഞ്ച് പ്ലാൻ ചെയ്തു. നെച്ചോറും പരിപ്പ് കറിയും പിന്നെ പോത്ത് റോസ്റ്റും. പരിപ്പ് കറി ഉണ്ടാക്കാനുള്ള പരിപ്പ് വേവിക്കാനായിട്ട് ഇട്ടു. നെച്ചോറ് ആദ്യമേ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 കിലോ പോത്തുണ്ടായിരുന്നു. അതിലേക്ക് 1/2 കിലോ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും, ടൊമാറ്റോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ലേശം വെള്ളം ചേർത്തിട്ട് വേവിക്കാനായി വെച്ചു കേട്ടോ. അധികം നേരം വേവിക്കേണ്ടി വരില്ല, ഒരു 3 വിസിൽ കേട്ടാൽ മതി കേട്ടോ. അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ടായിരുന്നു. പരിപ്പ് കറിക്കുള്ള അരപ്പ് റെഡിയാക്കി താളിച്ചു കൊടുത്തു. നമ്മൾ തിരുവനന്തപുരത്തെ സാധാരണ ചെറുപയറിട്ടിട്ടാണ് പരിപ്പ് കറി ഉണ്ടാക്കാറ്. പക്ഷേ മലബാർ ഏരിയയിലൊക്കെ സാമ്പാർ പരിപ്പാണ് ഉപയോഗിക്കുന്നത്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അത് റെഡിയാക്കിയതിന് ശേഷം റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് 2 സവോള അരിഞ്ഞിട്ട് കൊടുത്തു. ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരല്പം പെരിഞ്ചീരപ്പൊടി, ഗരം മസാല ഇതെല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിലൊന്ന് മൂപ്പിച്ചെടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പോത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും മൂപ്പിച്ചെടുത്ത് തേങ്ങാക്കൊത്തും അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വരട്ടിയെടുക്കണം, ഒരു ബ്രൗൺ കളർ ആകുന്നവരെ കേട്ടോ. ലാസ്റ്റ് നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സംഭവം സെറ്റാവും. അപ്പോൾ നിങ്ങളും ഇതുപോലെയാണോ പോത്ത് റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ലാസ്റ്റ് നമ്മൾ പോത്ത് റോസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് സവോള തിന്നായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് നെച്ചോറിനേക്കാളും പെറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ ലഞ്ച്.